ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ITP പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ടുള്ള NIT കാലിക്കറ്റിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം. അതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത വർഷം ITP പ്രോഗ്രാമിന് വേണ്ടിയിട്ട് NCET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു ചാനൽ ആയിരിക്കും ഇത്. എജ്യൂബിൾസ് ലേണിംഗ് കേരളത്തിൽ NCET CUT കോച്ചിങ്ങിൽ വൺ ഓഫ് ദ എമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കഴിഞ്ഞ ലാസ്റ്റ് 2 years ആയിട്ട് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി കോച്ചിങ് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എജ്യൂബിൾസ് ലേണിംഗുമായിട്ട് ITP NCET പ്രോഗ്രാമിന് വേണ്ടി സമീപിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ NCET ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് അവരുടെ ITP പ്രോഗ്രാമിന്റെ ആപ്ലിക്കേഷൻസ് ആരംഭിച്ചിട്ടുള്ളത്. 19-ാം തീയതിയാണ് ആപ്ലിക്കേഷൻസ് ആരംഭിച്ചിട്ടുള്ളത്. അന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു നോട്ടീസിൽ അവർ പ്രധാനമായിട്ടും അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് അവർ പറയുന്നത്, നമുക്കറിയാം ITP പ്രോഗ്രാം 4 വർഷം കൊണ്ട് ഡിഗ്രിയും BEdും ലഭിക്കും. അതുപോലെ തന്നെ NEP അലൈൻഡ് ആയിട്ടുള്ള കരിക്കുലമാണ് അവർ. ഓരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള പെഡഗോഗി അവർ കൊടുക്കുന്നുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി ലേണിംഗ് ആണ് അവിടെ. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻസുകളൊക്കെ ഉണ്ട്. BEd പഠിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ പോയി സർവീസ് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെയുള്ള സെഷൻസ് ഒക്കെ അവർക്കുണ്ട്. അതുപോലെ തന്നെ പണ്ടുള്ള BEd ചാർട്ട് സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ICT ഇന്റഗ്രേഷനിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നും അവരുടെ ഇതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടുത്തെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് അവിടെ ഓഫർ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. BSc BEd സെക്കൻഡറിയും ഫൗണ്ടേഷനും അതുപോലെ തന്നെ പ്രിപ്പറേറ്ററി ലെവൽ, ഇങ്ങനെ 3 ലെവലിൽ അവർ അവിടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ അവരുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സെക്കൻഡറി എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സെക്കൻഡറി സ്കൂൾ സ്റ്റേജിലേക്ക് പഠിപ്പിക്കാൻ പറ്റുക. പിന്നെ താഴോട്ട് മിഡിൽ, അതിന്റെയും താഴെ നമുക്ക് പ്രിപ്പറേറ്ററി ലെവൽ, നമുക്കറിയാം NEP പ്രകാരം ഒരു 5334 എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം മാറും. അപ്പൊ ആ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. അപ്പം അതിൽ തന്നെ അവർ ഓഫർ ചെയ്യുന്ന ബാക്കിയുള്ള കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ലെവലിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ലെവലിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ട്. ഇനി പ്രിപ്പറേഷൻ ലെവലിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ട്. അപ്പം ടോട്ടൽ അവർക്ക് എല്ലാ ലെവലിലും 3 സബ്ജക്റ്റുകളും അവൈലബിൾ ആണ്. ഇനി അതിന്റെ ഒരു എക്സിറ്റ് ഓപ്ഷൻസ് അവർ പറയുന്നത്, 3 വർഷം കൊണ്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ BSc ബിരുദം കിട്ടും. BSc BEd ഫിസിക്സ് എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞ് എക്സിറ്റ് ചെയ്താൽ BSc ഫിസിക്സ് കിട്ടും. 4 വർഷം കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് അതിൽ എന്ത് കിട്ടും? BEd കൂടെ കിട്ടും. BSc BEd എന്ന് പറഞ്ഞ കോഴ്സ് കിട്ടും. ഇനി അവിടെയുള്ള സീറ്റ് മെട്രിക്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് മൊത്തം പ്രിപ്പറേറ്ററി സെക്കൻഡറി ലെവലിലും 50 സീറ്റ് ഉണ്ട്, മിഡിലും 50 സീറ്റ് ഉണ്ട്, ഫൗണ്ടേഷനും 50 സീറ്റ് ഉണ്ട്. അതിൽ ഓരോന്നിനും സീറ്റ് മെട്രിക്സ് നോക്കുകയാണെങ്കിൽ മാത്സിനാണ് കൂടുതൽ സീറ്റുള്ളത്, 20 സീറ്റ്. ബാക്കിയുള്ള രണ്ടിലും 15 ആണ് വരുന്നത്. ഇതിൽ മാത്സിൽ ഓപ്പണിന് 7, ഓപ്പൺ PWD 1, EWS 1, EWS PWD 1, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി 0 ആണ്. OBC-കാർക്ക് 6 സീറ്റ്, അതുപോലെ തന്നെ SC-കാർക്ക് 3 സീറ്റ്. ഓക്കെ, ബാക്കിയുള്ളവരുടെ ഒക്കെ നേരെ ഒന്ന് കുറയും, 6, 1, 4, 2 ആ രീതിയിലാണ് വരുന്നത്. ടോട്ടൽ OBC-കാർക്ക് വരുന്നത്, ടോട്ടൽ ഓപ്പണുകാർക്ക് 19, ഓപ്പൺ PWD-ക്ക് 1, EWS-ന് 5, OBC-ക്ക് 13, NCL OBC-ക്ക് 1, SC-ക്ക് 7, ST-ക്ക് 4. ഈ ഒരു രീതിയിലാണ് മൊത്തം സീറ്റുകൾ സെക്കൻഡറി ലെവലിൽ വരുന്നത്. ഇതേ ഒരു സെയിം കാറ്റഗറി തന്നെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ ലെവലിലും വരുന്നത്. പക്ഷെ പ്രിപ്പറേറ്ററിലേക്ക് വരുമ്പോൾ 8, 6, 5 എന്ന നിലക്കാണ്. മാത്സിനാണ് ഫൗണ്ടേഷൻ ലെവലിൽ കൂടുതൽ സീറ്റുകൾ ഉള്ളത്. കെമിസ്ട്രിക്കും ഫിസിക്സിനും വളരെ കുറവാണ് വരുന്നത്. ഓക്കെ, നമ്മൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പണിലാണ് ഏറ്റവും കൂടുതൽ കുറവ് കാര്യങ്ങൾ വരുന്നത്. ബാക്കി മൊത്തത്തിലുള്ള സീറ്റ് സെയിം ആണ്, 20, 15, 15 ആണ്. പക്ഷെങ്കിൽ നമുക്ക് ഓപ്പണിന് മാത്സിൽ പ്രിപ്പറേറ്ററി ലെവലിൽ ഒരു സീറ്റ് അധികമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി കണ്ടീഷൻ, എന്തൊക്കെ എലിജിബിലിറ്റി ആണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്, NCET എക്സാം കൃത്യമായിട്ട് പങ്കെടുത്തിരിക്കണം, അതിലൊരു വാലിഡ് സ്കോർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ +2 2024-ലോ 25-ലോ 26-ലോ പാസ്സായിരിക്കണം. ഫസ്റ്റ് ടൈം ആയിരിക്കണം അറ്റൻഡ് ചെയ്തത്. നിങ്ങൾ ഒരു വട്ടം ഫെയിൽ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പറ്റിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ 50% മാർക്ക് എന്തായാലും സെക്യൂർ ചെയ്തിരിക്കണം.
അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ, ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു ഫിസിക്സ് CBA ഫിസിക്സിനാണ് അഡ്മിഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സബ്ജക്ട് +2 പഠിച്ചിരിക്കുകയും വേണം, ആ സബ്ജക്ട് NCET എക്സാമിൽ എഴുതിയിരിക്കുകയും വേണം. മനസ്സിലായോ? ടു ബി എലിജിബിൾ ഫോർ എ പെർട്ടിക്കുലർ ഇറ്റ് ഈസ് മാൻഡേറ്ററി ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സ്റ്റഡിഡ് ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്ട് ഇൻ ക്ലാസ് 12th. +2 ആ സബ്ജക്ട് പഠിക്കുകയും വേണം, പിന്നെ ഷുഡ് ഹാവ് ഒപ്റ്റിലൈസ് വൺ ഓഫ് ദ ഡൊമൈൻ സബ്ജക്ട് ഇൻ NCET എക്സാം. NCET എക്സാമിൽ അതിന്റെ ഒരു ഡൊമൈനെ ആ ഡൊമൈൻ തന്നെ എഴുതിയിരിക്കുകയും വേണം. അതിനോട് കറക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്, ഇൻ ഓർഡർ ബിക്കം ടു എലിജിബിൾ ഫോർ മാത്തമാറ്റിക്സ് മേജർ കാൻഡിഡേറ്റ് ഷുഡ് കംപ്ലീറ്റ് ക്ലാസ് 12th ഓർ ഇക്വലൻസ് വിത്ത് മാത്തമാറ്റിക്സ്. മാത്സോട് കൂടെ +2 പാസ്സാവുകയും വേണം, മാത്സിന് കേട്ടോ. അതുപോലെ തന്നെ NCET എക്സാമിൽ മാത്തമാറ്റിക്സ് പേപ്പർ എഴുതിയിരിക്കുകയും വേണം. പിന്നെ അതുപോലെ തന്നെ NIT കാലിക്കറ്റിൽ അഡ്മിഷൻ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? +2 പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഏജ് ക്രൈറ്റീരിയ പറയുന്നത്, അവിടെ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഒക്ടോബർ 2001 ശേഷം ജനിച്ച ആളുകളായിരിക്കണം. SC ST-കാർക്കും PWDക്കാർക്കും ഒരു 5 ഇയർ റിലാക്സേഷൻ കൊടുക്കും. അവർ 1996 ഒക്ടോബർ 1 ശേഷം ജനിച്ച ആളായാലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ NCET എക്സാമിന്റെ സമയത്ത് NIT കാലിക്കറ്റിനെ എന്തായിരിക്കും നിർബന്ധമായിട്ട് എനിക്ക് വേണ്ട ഒരു സ്ഥാപനമായിട്ട് അപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുത്തിരിക്കണം. NCET അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ സ്ഥാപനങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ NIT തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്തിരിക്കുകയും വേണം. ഓക്കെ. ഇനി നമുക്ക് ഫീസ് സ്ട്രക്ചറിലേക്ക് പോകാം. ഈ വർഷം കാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ് NIT കാലിക്കറ്റ് നടത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വർഷം നന്നായിട്ട് ഫീ ഹൈക്ക് ചെയ്തപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഈ വർഷം വളരെ സിസ്റ്റമാറ്റിക്കുള്ള പുതിയൊരു ഫീസ് സ്ട്രക്ചറാണ് വന്നിട്ടുള്ളത്. അതൊരു 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് 5 ലാഖിന്റെ മുകളിൽ ആനുവൽ ഇൻകം ഉള്ളത്, ഇനി 5 ലാഖ് ടു 1 ലാഖ് വരെ ആനുവൽ ഇൻകം ഉള്ള ആളുകൾ, പിന്നെ 1 ലാഖിന്റെ താഴെ ആനുവൽ ഇൻകം ഉള്ള ആളുകൾ, പിന്നെ SC ST PWD കാറ്റഗറി. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 5 ലാഖിന്റെ മുകളിലുള്ള ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് വരുന്നത് 62,500 ആണ് അവർക്ക് ഒരു പെർ സെമസ്റ്റർ ഉള്ള ട്യൂഷൻ ഫീ വരുന്നത്. അവർക്ക് അതർ ഫീസ് 13ഉം വൺ ടൈം ഫീ 64,500. ഈ വൺ ടൈം ഫീയും അതർ ഫീസും എല്ലാ കാറ്റഗറിക്കാരും അടയ്ക്കാനുണ്ടാവും. ഓക്കെ. അപ്പൊ ടോട്ടൽ അവർക്ക് വരുന്നത് 1,40,300 ആണ്. ഇനി OBCക്ക് 5 ലാഖിന്റെ താഴെ 1 ലാഖിന്റെ മുകളിലായിട്ട് ആനുവൽ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ട്യൂഷൻ ഫീ വരുന്നത് 20,000 രൂപയാണ്. 20,834 ആണ്. അവർക്കും ഒരു വൺ ടൈം ഫീസ് ആയിട്ടും അതർ ഫീസ് ആയിട്ടും 13ഉം 64ഉം അടയ്ക്കാനുണ്ട്. ഓക്കെ. ടോട്ടൽ അവർക്ക് ഇത് 98,634 ആണ് വരുന്നത്. ഇനി ആനുവൽ ഇൻകം 1 ലാഖിന്റെ താഴെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ട്യൂഷൻ ഫീ ഇല്ല. അതുപോലെ തന്നെ SC ST PWD കാൻഡിഡേറ്റ്സിനും എന്തില്ല? ട്യൂഷൻ ഫീ ഇല്ല. അവർക്ക് 2 പേർക്കും അടയ്ക്കാനുള്ളത് ഒരു അതർ ഫീസും വൺ ടൈം ഫീസും ആണ്. 77,800 ആണ് അവർക്ക് പേയ്മെന്റ് ചെയ്യാനുള്ളത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് താഴെ കൊടുത്ത് മറ്റുള്ളൊരു അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? NIT കാലിക്കറ്റിന്റെ ഈ ഒരു സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. nit.nic.ac.in/login ഇതിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. 1000 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീ. അപ്ലിക്കേഷൻ ഫീ. SC ST PWDക്ക് വരുന്നത് 500 രൂപയും. എങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ മേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവിടുന്ന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെച്ചിട്ടായിരിക്കും, നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടായിരിക്കും ഐറ്റപ്പ് അഡ്മിഷൻ കമ്മിറ്റി NIT കാറ്റിൽ എല്ലാ അഡ്മിഷൻസും എന്ത് ചെയ്യുക? അപ്ലിക്കേഷൻസ് സ്വീകരിക്കാം. അതുപോലെ തന്നെ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? 7 സബ്ജക്ട് നിങ്ങളെ NCET എക്സാമ്പിൾ എഴുതിയ 7 സബ്ജക്റ്റിന്റെ സ്കോർ നോക്കിയിട്ടാണ് 640 നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ മാർക്കിന്റെ ഓർഡറിലായിരിക്കും റാങ്ക്. ഏറ്റവും കൂടുതൽ കിട്ടിയ കുട്ടിക്ക് ആദ്യ റാങ്ക് ആ ഒരു രീതിയിൽ. അപ്പൊ ഒരു 320 350ന്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് അവിടെ പ്രതീക്ഷിക്കാം. അടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും റാങ്ക് ലിസ്റ്റ് എന്തിട്ടുണ്ടാവും? NIT കാലിക്കറ്റ് ഈച്ച് മേജറിനും ഓരോ മേജറിനും എന്തായിരിക്കണം? മുകളിൽ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും. ഇനി ഒരാൾ 2 പേർക്ക് ഒരേ സ്കോർ ആണോ വന്നിട്ടുണ്ടെങ്കിൽ, ഒരേ റാങ്ക് ആണോ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഏജ് ഉള്ള വിദ്യാർത്ഥിയാണ് അങ്ങോട്ടേക്ക് പരിഗണിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ഏജ് ഉള്ള ആളുകളെയാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മേജർ ഉണ്ടെങ്കിൽ ഒരാൾ ഒപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അയാൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഏത് മേജറിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്ന് അവിടെ ഒപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ അപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും NIT കാലിക്കറ്റ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അതിനുശേഷം കൗൺസിലിങ്ങും അഡ്മിഷൻ പ്രൊസസും വെക്കും. പിന്നെയാണ് അവർക്ക് വേണ്ട മേജർ ഡിഗ്രി അലോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി അഡ്മിഷന്റെ സമയത്ത് ഇനി ഇങ്ങനെ ഒന്നും വെച്ചിട്ട് ആരും വന്നിട്ടില്ലെങ്കിലൊക്കെ അവർക്ക് സ്പോട്ട് അഡ്മിഷൻ ഇതൊക്കെ വെക്കാനുള്ള അധികാരങ്ങളൊക്കെ ആർക്കുണ്ട്? NIT കാലിക്കറ്റിനുണ്ട്. ഇനി റിസർവേഷൻ പോളിസി വരുന്നതും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ കാറ്റഗറി വൈസ് റിസർവേഷൻ റൂൾസ് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കും നടപ്പിലാക്കുക ഇവിടെ പറയുന്നുണ്ട്.
അതിൽ പറയുന്നത് അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ കൊടുത്ത കാറ്റഗറി പ്രകാരം മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം നിങ്ങൾ മാറ്റിയാൽ എന്ത് ചെയ്യില്ല, കൂട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, OBC NCL സർട്ടിഫിക്കറ്റുകൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏപ്രിൽ 1, 2026 ശേഷം ഉണ്ടാക്കിയതായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഈ OBC NCL സർട്ടിഫിക്കറ്റ് ഇതാക്കേണ്ടത്? തഹസിൽദാർ റാങ്കിന്റെ താഴെ വരാത്ത, അതിന്റെ മുകളിലുള്ള റവന്യൂ ഓഫീസറാണ് ഇതിൽ എന്ത് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ NCL സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് തഹസിൽദാറുമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് വാങ്ങാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് എത്തിക്കേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആധാർ കാർഡോ വാലിഡ് ID കാർഡോ ആയിട്ടുള്ളത് കൊടുക്കുക. ITP ആപ്ലിക്കേഷന്റെ സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത ID കാർഡിന്റെ നെയിമും ഇതുമായിട്ട് മിസ്മാച്ച് ഉണ്ടാവരുതെന്നും പറയുന്നുണ്ട്. 10th 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് വേണം, NCT സ്കോർ കാർഡ് വേണം, +2ന്റെ മാർക്ക് ഷീറ്റ് വേണം. ഓക്കെ, പാസ് സർട്ടിഫിക്കറ്റും. പിന്നെ അപ്ലിക്കബിൾ ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, അത് ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ 1 ശേഷം തഹസിൽദാറിന്റെ റാങ്കിൽ കുറയാത്ത ഒരാൾ ചെയ്തതായിരിക്കണം. ഇനി അതുപോലെ തന്നെ SC/STക്കും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ റെക്കറന്റ് ആയിട്ട് NIT കാലിക്കറ്റിന്റെ സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആവാത്ത എല്ലാ അപ്ലിക്കേഷൻസും അവർ റിജക്ട് ചെയ്യും. അപ്ലിക്കേഷൻ ഫീ ഒരു വട്ടം അടച്ചാൽ പിന്നെ അത് റീഫണ്ട് ലഭിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളെ അപ്ലിക്കേഷൻ ഫീ അടച്ചിട്ട് അത് അവിടെ റിസീവ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ പരിഗണിക്കില്ല. അതായത് ഡെഡ് ലൈനിന്റെ മുമ്പ് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ആർക്കും തിരിച്ച് ഇൻഫർമേഷൻസ് അവർ മെയിൽ വഴിയിട്ട് അയക്കില്ല. മറിച്ച് അവർ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കി നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കണം. ഓക്കെ, റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നൊന്നും, നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആണോ അക്സെപ്റ്റ് ആണോ ഒന്നും മെയിൽ അയക്കില്ല. നിങ്ങൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വട്ടം റാങ്ക് ലിസ്റ്റ് വന്നു എന്നിട്ട് നിങ്ങൾ അതുവരെ കോൺടാക്ട് ചെയ്തു, നിങ്ങൾ സീറ്റ് ഓഫർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ട് അടുത്ത ആളുകൾക്ക് പോകും എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാ അഡ്മിഷൻസും പ്രൊവിഷണൽ ആണ്. നിങ്ങൾ കറക്റ്റ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അഡ്മിഷൻസ് കൺഫേം ആക്കുകയുള്ളൂ. അല്ലെങ്കിൽ അഡ്മിഷന്റെ സമയത്ത് ക്യാൻസൽ ആക്കപ്പെടുന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഡോക്യുമെന്റ് ഒക്കെ വളരെ കൃത്യതയോടുകൂടെ കൊടുത്ത് ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 7th ആണ്. അതിനുശേഷം ഒരു ജൂലൈ 16th 16 എന്ത് ചെയ്യും, നമ്മുടെ ഒരു പ്രൊഫഷണലി സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഔട്ട് ചെയ്യും. 31 ജൂലൈക്ക് ആയിരിക്കും ഫിസിക്കൽ റിപ്പോർട്ടിങ്. അതിനുശേഷം 19 ഓഗസ്റ്റിന് ക്ലാസ് തുടങ്ങും. ഈ ഒരു രീതിയിലാണ് NIT കാലിക്കറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ NIT കാലിക്കറ്റിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതാത് വിഷയങ്ങൾ BSc BEd ഫിസിക്സ് ആണ്, ഫിസിക്സ് +2 പഠിക്കുകയും ഫിസിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. 300ന്റെ മുകളിൽ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ അറിയണ താഴെ ഞങ്ങളുടെ വാട്സപ്പ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. NIT കാലിക്കറ്റിന്റെ വെബിനാർ ഒക്കെ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. കൂടുതൽ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സംശയങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അവിടെ ആ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക, ചോദിക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരു ഭാസുരമായ ഭാവി ആശംസിക്കുന്നു.